ഇനി ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. ഇതുണ്ടോ, മഷ്റൂം കൂണാണിത്. നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടിയത് അപ്പൂപ്പൻ പറിച്ചോണ്ടോ കുറേ ഉണ്ട് കേട്ടോ. അപ്പൊ അപ്പൂപ്പൻ ഇതിന് വൃത്തിയാക്കുക. കുറേ കൂണുണ്ടേ, വൃത്തിയാക്കി അപ്പൂപ്പൻ ഇവിടെ ഇടുന്നുണ്ട്. ഇതൊക്കെ അപ്പൂപ്പന്റെ ജോലിയാ. ചക്ക വെട്ടല്, കൂണ് വൃത്തിയാക്കൽ, ഇങ്ങനത്തെ ഉള്ള അലക്കുറ്റി പണികളൊക്കെ അപ്പൂപ്പന്റെയാണ്. കുറേ പണിയുണ്ട് കേട്ടോ. ഇത് വൃത്തിയാക്കി കറി വെക്കുന്നൊക്കെ അപ്പൂപ്പൻ അല്ലേ? വൃത്തിയാക്കുന്നത് ഞാനിങ്ങനെ വൃത്തിയാക്കി എടുക്കുമ്പോൾ നല്ല ഇറച്ചിക്കറി മാറി തന്നെ ആവും. ഇത് ഇതിൻ്റെ എല്ലാ എരിവൊക്കെ കൂടെ ചേർത്ത് നല്ലപോലെ കറി വയ്ക്കുമ്പോൾ ഇന്നത്തെ ഭക്ഷണം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കൂണുകറി, അപ്പൂപ്പൻ്റെ കൂണുകറി കൂട്ടി ഭക്ഷണം കഴിക്കാൻ സ്വാകാംക്ഷയോട് കൂടിയിരിക്കാം. സ്ഥിരമായിട്ട് ഞങ്ങളുടെ പുരയിടത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. ഈ പ്രാവശ്യം മാത്രം കുറഞ്ഞല്ല, നമ്മൾ കുറച്ച് പേർക്കൊക്കെ കൊടുത്തു. നല്ല മഴ പെയ്തോണ്ടിരിക്കും. ഒന്നുകൂടെ ചൂടുവെള്ളം ഒഴിച്ച് കഴുകി ശകലം കൂടെ മഞ്ഞപ്പൊടി ഇട്ടൊന്ന് കഴുകി എല്ലാം കൊടുത്തു. ഇറച്ചി തിന്നില്ലേ, ശുദ്ധമായ നല്ല ഏറ്റവും നല്ല ഒരു ആഹാരമാണ് മഷ്റൂം. മഴക്കാലങ്ങളിൽ ഉണ്ടാകുന്നതാണ് ഈ മഷ്റൂം. നമ്മുടെ എല്ലാ പറമ്പിലും ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ എന്നിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കണം. അപ്പം അപ്പൂപ്പന് വൃത്തിയാക്കി മഞ്ഞൾ വെള്ളത്തിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പിന്നെ നമ്മൾ കുറേ നമ്മൾ കഴുകി വൃത്തിയാക്കി വേണം വറുത്തരച്ച് കറി വയ്ക്കാൻ. അതിൻ്റെയൊക്കെ സ്പെഷ്യലിസ്റ്റാണ് അപ്പൂപ്പൻ. ഇറച്ചി ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ടാണ് ഇതിൻ്റെ ചേരുവ. നല്ല രീതിയിൽ പാകം ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഒരു ഇറച്ചിക്കറിയാണ്. ഇപ്പോൾ 2 മണിക്കൂർ എടുത്ത് അപ്പൂപ്പൻ എങ്ങനെയൊക്കെ ഈ കൂൺ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ നേരം ഒരു 10-15 മിനിറ്റ് മഞ്ഞൾ വെള്ളത്തിൽ നന്നായിട്ടിടണം. എന്നിട്ടാണ് കറി വയ്ക്കുക. ഇതൊക്കെ ഉണ്ടോ, മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട കൂണാണിത്. നീ കറി ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കഴിച്ചായിരുന്നോ? എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ഒരു ശകലം കരിയപ്പൊടി ഊരിയിടുമായിരുന്നു. അത് രാത്രി ആയത് കാരണം നീ പോയി എടുത്തുകൊണ്ടിരാൻ പാടും. അങ്ങനെ ഒരു ടേസ്റ്റിന്റെ കുറവുണ്ട് അതിനകത്ത്. ബാക്കിയെല്ലാം കറക്റ്റാണ്. Bye.